ഇസഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ, ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി നമുക്കാണെങ്കിൽ 11.4 മോഡൽ അല്ലേ? 680 കൊടുക്കാം. എൻഒസിൽ 2015 G4 നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത വണ്ടി. എത്ര കൊടുക്കാം? 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ നല്ല വണ്ടിയാണ്. 685 എൻഒസി, 6,85,000 രൂപക്ക് 45,000 കിലോമീറ്റർ കൂടി ജെനുവിനാണോ? കറക്റ്റ്. കാരണം 2025 സർവീസ് വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു മൈലേജ് 20 വണ്ടി നമുക്ക് 640 കൊടുക്കാം. 6,40,000 35 കൊടുക്കാം. 15,35,000 രൂപക്ക് കൊടുക്കാം. അതെ, 20,00,000 കിലോമീറ്റർ ഓടിയുള്ള കറക്റ്റ് സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. ഇത് 525 ആണ്. സാധാരണ നമ്മൾ കാണുന്നത് 520 ആണ്. ഇത് കുറച്ച് പവറും പെർഫോമൻസും സ്റ്റെബിലിറ്റി ഒക്കെ കൂടി. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു ക്രിസ്റ്റ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ടയോട്ടയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫോർച്യൂണർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്രിസ്റ്റയും അതുപോലെ തന്നെ ഇന്നോവയും ഇനി 1-2 വേറെ വാഹനങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടോളി. മാത്രമല്ല ഫോർച്യൂണർ നോക്കുന്നവർ കഴിഞ്ഞ വീഡിയോ പോയിട്ട് കണ്ടോളൂ. ഏകദേശം 50 വാഹനങ്ങളാണ് ഈ ഒരു കാളബൂട്ട് കണ്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി റെഡി ആയി നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ മലയാളം മീഡിയയിലെ ചരിത്രത്തിൽ വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തോളും. അപ്പോൾ ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർമാർ. സിദ്ദിഖ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് സിദ്ദിഖയാണ്. അപ്പോൾ സിദ്ദിഖ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്? സെയിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഫോർച്യൂണർ എപ്പിസോഡ് ഇതിന് തൊട്ട് താഴെ വേഗം പോയി കണ്ടോളിട്ടോ. മാത്രല്ല നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഏകദേശം നമ്മൾ എത്ര വണ്ടികൾ കാണിക്കുന്നുണ്ട്? ഒരു 45-50 വണ്ടിയോളം. 45-46 വണ്ടി സെയിൽ ചെയ്ത വണ്ടി വേറെ ഉണ്ട്. ഓക്കെ, ഒരുപാട് വണ്ടികൾ. ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റൊക്കെ നോക്കുന്നവർ മടിച്ച് നിൽക്കണ്ട, നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഡൽഹി പോവാൻ നിൽക്കണമല്ലോട് പ്രത്യേകിച്ച് അല്ലേ? ഡൽഹി പ്രൈസിന് നമ്മൾ ഇവിടെ വണ്ടി കിട്ടുമ്പോൾ എന്തിനാണ് റിസ്ക് എടുത്തിട്ട് അവിടെ പോണത്? ഡൽഹി പോകുന്ന റേറ്റിന് അതിലും കുറച്ചും ഈ വണ്ടി 2016, ഇത് 2016 ജി മാനുവൽ ആണ്. ഇത് നമ്മൾ 11.4 ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി നമുക്കാണെങ്കിൽ 11.4 നമുക്ക് കൊടുക്കാം. 11.4 ക്രിസ്റ്റോ. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് തുടങ്ങാം അല്ലേ? ഫസ്റ്റ് ഗ്രേ കളർ 2016 1.68 സെക്കൻഡ് ഓണർ വണ്ടി. 11.4 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. സെക്കൻഡ് ഓണർ 11.4 വണ്ടി, ഫേസ് ലിഫ്റ്റ് ചെയ്ത DL രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി കൊടുക്കാം നമുക്ക്. ഇതിന് എന്തെങ്കിലും മേജർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചെറിയൊരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, വേറെ ഒന്നുമില്ല അല്ലേ? സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞ റേറ്റിന് കുറച്ചും കൊടുക്കും അല്ലേ? നമ്മൾ ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. 16 G4 ഇത് കുറയാണ്ടാവില്ല ഇതില്. ഇത് ഫിക്സഡ് ആണത്. എന്തായാലും നമ്മള് പ്രേക്ഷകർ വരുമ്പോ ലോണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എൻഒസി എടുക്കാനുള്ള കസ്റ്റമർ അവിടെ വിളിച്ചിട്ടേ പാർട്ടി വിളിച്ചിട്ട് എൻഒസി പെട്ടെന്ന് എടുക്കാന്ന് പറഞ്ഞാണ്. പെട്ടെന്ന് കൊടുക്കുന്നത് നമുക്ക് കൊടുത്തു. ചെലവും കാര്യം ചെറിയൊരു ലാഭം, ചെറിയൊരു മാർജിൻ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തല കുത്തി നിന്ന് ചെക്ക് ചെയ്ത് ടയോട്ടയിൽ കൊണ്ടുപോയി അങ്ങനെ നോക്കി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഡൽഹിയിലാവുമ്പോ വണ്ടിക്ക് റേറ്റ് കൊടുക്കണം. അതെ അതെ, തീർച്ചയായും. ലോണ് കട്ട് ചെയ്യാൻ വേറെ കൊടുക്കേണ്ടി വരും, കമ്മീഷൻ വേറെ കൊടുക്കേണ്ടി വരും. ഇതൊന്നും അവര് പറയും, ഫസ്റ്റ് പറയൂല. എൻഒസി എടുക്കാൻ 1-2 മാസം കഴിഞ്ഞിട്ടേക്ക് അവര് പറയും ഇങ്ങനെ കണ്ടാലും എൻഒസി തരും എന്ന് പറയും. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. ഇവിടെ നേരെ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വന്നാൽ മതി. ഫുള്ള് നമ്പറിൽ ബന്ധപ്പെട്ട 25,000 രൂപ ലാഭത്തിന് വേണ്ടി ഡൽഹി പോയി അവരെ വരയിൽ കുടുങ്ങാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. 40,000 കിലോമീറ്റർ ഓടി ക്രിസ്റ്റ ഉണ്ട് 45,000 കിലോമീറ്റർ ഓടി ജെനുവിനാണോ? കറക്റ്റ്. കാരണം 2025 സർവീസുള്ള വണ്ടി. ഡീറ്റെയിൽ എങ്ങനെയാണെന്നാ? 2016 ജി മാനുവൽ, G4 മാനുവൽ, സിൽവർ കളർ, റീപ്ലേസ് ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഓൾ ഒറിജിനൽ. അതെ, റീപ്ലേസ് 90% ടയറുണ്ട്. ഇനിയിപ്പോ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, സീറ്റർ ആയിക്കോട്ടെ, വലിയ മോശമൊന്നുമില്ല. ചെറിയ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്ന G4 മാനുവൽ വേരിയന്റ് അല്ലേ? ഓക്കെ, ഈ വാഹനത്തിന് നമ്മള് എത്രയാണ് എക്സ്പെക്ട് ചെയ്യണത്? ഇത് 11.75 കൊടുക്കാം. 11.75 കൊടുക്കാം. 11,75,000 രൂപക്ക് വിത്ത് ബ്രാൻഡ് ന്യൂ ടയേഴ്സോട് കൂടെ കൊടുക്കാം. എടുക്കുന്ന ഒരാൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. സർവീസ് ചെയ്യാൻ പോലും ഡീസൽ അടിക്കാൻ പോവാ. അത് തന്നെ, ഡീസൽ അടിക്കാൻ കൊണ്ടെടുക്കാം, അത്രേ ഉള്ളൂ. അതെ. ഇനി അടുത്ത നമുക്ക് ഏതാ പരിചയപ്പെടാം? അടുത്തത് ആയിക്കോട്ടെ. ഇത് 2016 മോഡൽ തന്നെ അല്ലേ?
2017 G ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് തന്നെ അറിയണില്ലല്ലേ മോഡൽസ്? 2017 G ഓട്ടോമാറ്റിക് നമ്പറിൽ വേറെ വണ്ടി ഉണ്ട്, അതുകൊണ്ടാണ്. 2017 G ഓട്ടോമാറ്റിക്, 1,42,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, റീപ്ലേസും കാര്യമൊന്നുമില്ല, ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്ക് എല്ലാം ഒറിജിനൽ. ടയർ എത്ര ശതമാനം ഉണ്ട്? ഇത് ടയർ ഒരു 70%. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്. എത്രയാണ് ഇതിന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് 12,80 കൊടുക്കാം. 12,80,000 രൂപ ഓട്ടോമാറ്റിക് വണ്ടി, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ് നമ്മൾ കൊടുക്കാൻ പോണത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും എല്ലാം ഒറിജിനൽ കേട്ടോ, റീപ്ലേസ് ഇല്ല. ഒറിജിനൽ ലെതർ സീറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു പറഞ്ഞ റേറ്റില് ചെറുതായിട്ട് നെഗോഷ്യബിൾ മാറ്റം നമ്മൾ മാക്സിമം കുറച്ചാ കൊടുക്കുന്നത്. ഇതിൽ വേറെ ചെലവില്ലല്ലോ. ഡൽഹി പോകുമ്പോ 1 ലക്ഷം രൂപ അവർ എക്സ്ട്രാ കാണണോ? അതെ അതെ അതെ. നമ്പർ അവൻ എത്രവും? ഇത് നമ്പർ അവന് ഒരു 1.60 ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ അടുത്ത നമുക്ക് ഏത് കാണിക്കാം? തൊട്ടടുത്ത് നമ്പർ ആയ വണ്ടി ആയിക്കോട്ടെ. കേരളത്തിലേക്ക് നമ്പർ 2017 G മാനുവൽ, 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്, കോഴിക്കോട് ലാസ്റ്റ് സർവീസ് ചെയ്ത വണ്ടി. പെട്ടെന്ന് ലോൺ വേണ്ടവർക്ക് ഇത് കൊണ്ടുപോകാം. പെട്ടെന്ന് ലോൺ വേണ്ടവർക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. പിന്നെ അത് മാത്രമല്ല വണ്ടിക്ക് ഒരു റീപ്ലേസ്, ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്ക് എല്ലാം ഒറിജിനൽ. വന്ന് ചെക്ക് ചെയ്തു. 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കും കമ്പനി സർവീസ്, കോഴിക്കോട് സർവീസ് ചെയ്ത ലാസ്റ്റ്. അത് അത്യാവശ്യം ഇവിടെ സെക്കൻഡ് അയക്കുന്നു. അതന്നെ അവിടെ ഫസ്റ്റ്, ഇവിടെ സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ? എത്ര കൊടുക്കാം? ഇത് നമുക്ക് 15,35 കൊടുക്കാം. 15,35,000 രൂപക്ക് കൊടുക്കാം. അതെ. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയുള്ള കറക്റ്റ് സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ്. നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയ കാത്തിക്കണ്ട. അതെ. അത് ഫാൻസി നമ്പറാണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ ഓക്കെ. നെഗോഷ്യബിൾ അല്ലേ പ്രൈസ്? അതെ, ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഏതാ കാണിക്കാം? ഈ വൈറ്റ് കാട്ടാ. ഓക്കെ. 2019 Z ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ്, പുതിയ ഇൻഷുറൻസ്, ഒരാഴ്ചയായിട്ടുള്ള ഇൻഷുറൻസ് എടുത്ത്. ഓക്കെ. 15,000 രൂപ ID ഉണ്ട്. വണ്ടിക്ക് 17 കാലം ചോദിക്കുന്നത്. 17 കാലം അല്ലേ? അതെ. സീറ്റൊക്കെ നല്ലൊരു അടിപൊളി ചെയ്താണ്, സീറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ ഓക്കെ. മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ അതെ. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ലാസ്റ്റ് റേറ്റ് എത്ര? മുട്ടിച്ച റേറ്റ് ചെറിയൊരു മാറ്റം അത്ര ഉണ്ടോ? വലിയ മാറ്റം ഉണ്ടാവില്ല. ടോപ്പ് മോഡൽ വണ്ടിയല്ലേ, ലൈറ്റും കാര്യങ്ങൾ ചെയ്താണ്. സീറ്റ് എക്സ്ട്രാ നമ്മള് നല്ല സെറ്റപ്പ് ചെയ്ത വണ്ടിയാണ്. മാക്സിമം ലോണും കിട്ടൂല്ലേ? സിംഗിൾ ഓണർ 2019 ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. 19 മോഡൽ സിംഗിൾ ഓണർ ആണ്, അതാണ് ഹൈലൈറ്റ്. മോഡൽ കൂടിയ ക്രിസ്റ്റ കേട്ടോ. ഓക്കെ. ഇനി അടുത്തായിട്ട് നമുക്ക് മറ്റേ ഗ്രേപ്പ് കളർ ഉണ്ട്. അത് ഇതെങ്ങനെ HR-ന്റെ ഡീറ്റെയിൽ? HR 2017 മാനുവൽ, അപ്പൊ വി ഓപ്ഷൻ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് വി മാനുവൽ. വണ്ടിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? സിംഗിൾ ഓണർ വണ്ടി, കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളുള്ള വണ്ടിയാണ്. എന്തെങ്കിലും റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ബാക്കി മേജർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. 3-4 വണ്ടികൾ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അപ്പൊ ഓരോന്ന് എടുത്ത് പറയുമ്പോൾ നമുക്ക് കഴിയാത്തതുകൊണ്ട് കസ്റ്റമർ നേരിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വണ്ടി ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നേരെ വരിക. ഫുള്ള് വീഡിയോ ആണെങ്കിൽ വിട്ടു കൊടുക്കുക. എന്താണ് ആവശ്യക്കാർ വിളിച്ചോട്ടെ, പ്രശ്നമില്ല. നമ്മൾ മൊബൈൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബഡ്ജറ്റ് ഇങ്ങോട്ട് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള വണ്ടി. അതെ, എല്ലാ വണ്ടിയും ഉണ്ട്. നമുക്ക് ബഡ്ജറ്റ് കൂടിയുണ്ട്, കുറവുള്ളുണ്ട്, എല്ലാ കളറും ഉണ്ട് വണ്ടി. എല്ലാ കളറും എല്ലാ ഓപ്ഷൻ ഉണ്ട്, എല്ലാ വേരിയന്റ് എല്ലാം ഉണ്ട്. അതെ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് Z ഓട്ടോമാറ്റിക് വീണ്ടും കാട്ടുകയാണ്. 2016 Z ഓട്ടോമാറ്റിക് 1,05,000 കിലോമീറ്റർ, 2025 സർവീസ് ഉള്ള വണ്ടി. 25 സർവീസ് ഉള്ള വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്, റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്ക് എല്ലാം ഒറിജിനൽ. എത്ര കൊടുക്കുക Z ഓട്ടോമാറ്റിക്? 14,90 കൊടുക്കുക. ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടത്. 14,90,000 രൂപക്ക് Z ഓട്ടോമാറ്റിക്. അതിൽ ടച്ച് സ്ക്രീൻ, ക്ലൈമറ്റ് കൺട്രോൾ, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ഫീച്ചറും ടോപ്പ് മോഡൽ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. മാക്സിമം ലോൺ കൊടുത്തോട്ടെ. നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോൺ അവർക്ക് എടുക്കും. മാക്സിമം ലോൺ, നല്ല സിബിലും ട്രാക്ക് ഉള്ളവർക്ക് മാക്സിമം ലോൺ നമുക്ക് കൊടുക്കാം. ഇനി ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒരു 4 വണ്ടികളുണ്ട്, അത് നമുക്ക് കാണിക്കാം. അവിടെ വേറെ വണ്ടി ഉണ്ട്. ഇത് വൈറ്റ് 2017 G ഓട്ടോ 1.44 ഓടിയത്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 13,90 കൊടുക്കാം. 13,90,000 രൂപ. അതെ. 2017 G ഓട്ടോ. ഇത് നമ്മൾ അതിലും കുറച്ച് കൊടുക്കാം. എത്ര കൊടുക്കാം? അത് കുറക്കാം. എന്തായാലും അതിലേക്ക് ഒരു 50,000 രൂപ കുറച്ച് കൊടുക്കാം. ഒരു 50,000 രൂപ. ഇത് 2018 ഓട്ടോ. ഓക്കെ. സിംഗിൾ ഓണർ ആണ്, എല്ലാം സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് 14,90 കൊടുക്കുന്നത്. 14,90,000. 2018 കേട്ടോ. ഇത് 2019 90,000 രൂപ സിംഗിൾ ഓണർ വണ്ടി. ഇത് 15,50 കൊടുക്കാം. 2019 G ഓട്ടോ, സ്റ്റാറിനോ എല്ലാം ഉള്ള വണ്ടിയാണ്.
കമ്പനി സെറ്റും കാര്യമൊക്കെയുള്ള വണ്ടി. ഈ വണ്ടിക്കൊന്നും മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? മെക്കാനിക്കൽ ഈ പറഞ്ഞ 46 വണ്ടിക്കില്ല, ഫുള്ള് ചെക്ക് ചെയ്യാം. എങ്ങനെ വേണം ഡൽഹിയിലെ അവര് തമ്മിലുള്ള ആ കളിയല്ല ഇവിടെ വന്ന് ചെക്ക് ടയോട്ടന്റെ ഷോറൂമിലാണ് അങ്ങനെ എങ്ങനെ വേണേലും ചെക്ക് ചെയ്തിട്ട് എല്ലാ വണ്ടി നോക്കി നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവണേ അടുത്തോളം. ഇനി നമുക്ക് ഇന്നോവ പ്രേമികൾക്ക് കുറച്ച് ഇന്നോവ പറഞ്ഞു കൊടുക്കാം. വരും. അല്ല, അതിന്റെ ഇടയ്ക്ക് രണ്ട് താറും ഒരു BM കിടക്കുന്നത് വിൽക്കാൻ തന്നെയാണോ? അതെ അതെ അതെ, എല്ലാം കൊടുക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെ വണ്ടിപ്രാന്തന്മാര് കണ്ട പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2017 മോഡല്. അതെ. ഓക്കെ, നല്ല കിടിലൻ അലോയ് വീല്, അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്. കേരള വണ്ടിയാണ്, അതർ സ്റ്റേറ്റ് അല്ലേ? HR നമുക്ക് ആദ്യം കാണിക്കാം. സിംഗിൾ ഓണർ വണ്ടി, 2.5 ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത വണ്ടി. എത്ര കൊടുക്കാം? 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, നല്ല വണ്ടിയാണ്. 685 NOC 6,85,000 രൂപക്ക് NOC കൊടുക്കാം നമുക്ക്. NOC അത് നല്ല ജിമട്ടൻ 4 ടയർ, ഒരു എടുപ്പുള്ള വണ്ടി, എടുപ്പുള്ള വണ്ടി, ആ 4 ആളടി കൊണ്ട് നിർത്താൻ പറ്റിയൊരു വണ്ടി. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോളി. അതർ സ്റ്റേറ്റ് ആണ്, NOC ഉള്ള പ്രൈസ് ആണ് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, ലോണ് കിട്ടുമോ? ലോണ് നമ്പർ ആക്കി ലോണ് കിട്ടും. നമ്പർ ആക്കാൻ എത്രയാവും? നമ്പറാക്കാൻ ഏകദേശം ഒരു 60-62,000 ഏകദേശം റേറ്റ് അങ്ങനെ 62 രൂപ ആ റേഞ്ചിൽ വരും. അപ്പൊ അടുത്തായിട്ട് നമുക്ക് BM കാണിക്കാം. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കരിമ്പുലി, ഡീറ്റെയിൽ മോഡല് കാര്യങ്ങൾ എത്രക്ക് നമുക്ക് കൊടുക്കാം. ഇത് 525 ആണ്. സാധാരണ നമ്മൾ കാണുന്നത് 520 ആണ്. ഇത് കുറച്ച് പവറും പെർഫോമൻസും സ്റ്റെബിലിറ്റി ഒക്കെ കൂടിയൊരു വണ്ടി, 6 സിലിണ്ടർ എഞ്ചിനോട് കൂടി വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? 2012 ഓണർഷിപ്പ് എങ്ങനെ വരും? ഓണർഷിപ്പ് ഫസ്റ്റ്, സിംഗിൾ ഓണർ. നിലവിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 80,000 കിലോമീറ്റർ ഓടി. 80,000 ജെനുവിൻ ആണോ? കിലോമീറ്റർ കറക്റ്റ് ചെക്ക് ചെയ്തോട്ടെ. മാത്രമല്ല ഡീസലാണ്, അത്യാവശ്യം മൈലേജ് നമുക്ക് കിട്ടും. മാത്രമല്ല ഇതൊന്ന് പോളിഷ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതൊന്ന് ചെയ്തൊന്ന് കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നല്ല റോഡ് പ്രസൻസ് ആയിരിക്കും. മാത്രമല്ല ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത്. അത് 525ന്റെ ഒരു പ്രത്യേകതയാണ്. സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എത്രക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും? 10,70,000 കൊടുക്കുക ലാസ്റ്റ്. 10,70,000 NOC ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം കസ്റ്റമർ നമുക്ക് ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം 12 മോഡൽ പ്രീമിയം 14 ശേഷമാണ് മാക്സിമം ലോൺ കിട്ടുക. കൊടുക്കുന്നതുണ്ട്, പക്ഷെ മാക്സിമം റെഡി ക്യാഷ് എടുക്കാനാണ് ഏറ്റവും. ക്യാമറ ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് 2017 മോഡലാട്ടോ. നമ്പർ പ്ലേറ്റ് കണ്ടോ, ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള കരിമ്പുലി. ഓക്കെ, പറഞ്ഞ മാറിപ്പോയി. 2017 ഒരുപാട് എന്തൊക്കെ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? ടോപ്പ് കുറെ സീറ്റ്, ബാക്കി സെറ്റ്, ലൈറ്റ് കാര്യങ്ങള്, ലീഫ് സെറ്റ് എല്ലാം ചെയ്തതാണ്. അതെ, 75,000 രൂപ മുടക്കി ലീവ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് നോക്കാം, അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രക്ക് നമുക്ക് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 8,60,000 കൊടുക്കാം. 8,60,000 രൂപക്ക് ഒറിജിനൽ കേരളയാണ്, അതർ സ്റ്റേറ്റ് നമ്മളെ ഇത്. ഇനി ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ അതർ സ്റ്റേറ്റ് ഉണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശമില്ലാത്തൊരു ഇന്റീരിയർ. ലോണും കിട്ടും അല്ലേ? ലോൺ ഇതിന് ലോൺ കിട്ടും, പ്രശ്നമല്ല. കേരള വണ്ടി ഞാൻ കൊണ്ട് കിട്ടും. മറ്റേ നമ്പർ ആരും കിട്ടും. ഇത് ഈ ഒരു സൈഡിൽ ഇന്നോവ ചെറുവണ്ടികൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,30 കൊടുക്കാം. 2008 മോഡൽ വണ്ടി. 8 മോഡൽ ഒറിജിനൽ കേരള 5,30 കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് 5 റുപ്യക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. പ്രശ്നമില്ല. ഫിക്സഡ് ലാസ്റ്റ് 5 റുപ്യ, 5 ലക്ഷം രൂപ കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു വൈറ്റ് കാണുന്നുണ്ട്. 2015 G4 15 മോഡൽ അല്ലേ? 6,80 കൊടുക്കാം. 2015 G4 15 ഇല്ലാത്ത വണ്ടി. ഓക്കെ, ഇത് 2015 B 1 ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസാണ്. ഇന്റർകൂളർ എല്ലാ ഇന്റർകൂളർ ആണ്, ഒറിജിനൽ കേരള ഒഴിച്ച് ബാക്കിയല്ലോ. ഇത് നമുക്ക് 9,30 കൊടുക്കാം. 1 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി ലാസ്റ്റ് സർവീസ് കോഴിക്കോട് ചെയ്തത്. അപ്പൊ അടുത്തായിട്ട് വീണ്ടും സിൽവർ ഒന്ന് ടച്ച് പോളിഷ് ഒക്കെ ചെയ്തെടുക്കാണ്ടല്ലേ? ഇത് നമ്മളിപ്പോ ഇപ്പൊ ഇവിടുന്ന് സെയിൽ ആയതാണ്. 10 മിനിറ്റ് മുമ്പ് സെയിലായി ടോക്കൺ കിട്ടിയിട്ടുള്ളൂ. അഡ്വാൻസ് കസ്റ്റമർ മോങ്ക് ആട്ടണ്ടെന്നൊരു ഫോട്ടോത്തിൽ കൊടുക്കുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ബ്രസ VDI വെറും 68,000 കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി ഒറിജിനൽ ഗ്ലാസ് ബോണ്ട് ഡിക്കി എല്ലാം ഒറിജിനൽ ഹൈ ക്വാളിറ്റി വണ്ടി. ഒരു മൈലേജ് 20 വണ്ടി നമുക്ക് 6,40 കൊടുക്കാം. 6,40,000 ലൈറ്റ് ആയിട്ട് നെഗോഷ്യബിൾ. ഓക്കെ, അതെ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഡീസലാണ്, ഒരു 20 അടുപ്പിച്ച് നമുക്ക് എങ്ങനെയായാലും മൈലേജ് കിട്ടും. 20ന്റെ മുകളിൽ മൈലേജ് കിട്ടും. 20 മുകളിൽ കിട്ടും. നല്ല ഡ്രൈവിംഗ് ഒക്കെ സെറ്റ് ആണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്.
60,000 ജെനുവിനാണോ? കാരണം ഡീസലാണ്. 68,000 കറക്റ്റ് ഡീസലാണ്, നല്ല ഓട്ടോ. ലാസ്റ്റ് സർവീസ് ചെയ്ത ബില്ല് ഡാഷ് കിടക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുകയും ചെയ്യാം. പുതിയ ടയറാണ്, നല്ല ടയർ രണ്ടെണ്ണം ഉണ്ട്, ഒരു 60% ടയർ ബാക്കിലും ഉണ്ട്. ഡീസൽ സ്വിഫ്റ്റ് അല്ലേ, അത് ZDI. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? അതും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ZDI. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 1,10,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ, 5,400 കൊടുക്കുക ലാസ്റ്റ്. 16 മോഡൽ, 5,400, അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട്, കുറയാണ്ടാവില്ല കേട്ടോ. അത് കീലെസ് എൻട്രി ഒക്കെ വരുന്ന വണ്ടി അല്ലേ, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. അന്ന് ഇറങ്ങിയിട്ട് ഫുൾ ഓപ്ഷൻ. ലാസ്റ്റ് ആണോ? ലാസ്റ്റ് റേറ്റ് ആണോ? അത് മാറ്റൊന്നുണ്ടാവില്ല, ലാസ്റ്റ് റേറ്റ് എല്ലാം ഇടുന്നത്. അതെ കുറച്ച് കേരള വണ്ടി അല്ലേ, കേരള വണ്ടി അല്ലേ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ ഗൈസ്, നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ആർക്കെങ്കിലും ഇന്നോവ ക്രിസ്റ്റ നല്ല ലോ ബഡ്ജറ്റിൽ വിശ്വസ്തയോടെ കൂടെ എടുക്കണമെങ്കിൽ സിദ്ദിഖാന്റെ അതുപോലെ തന്നെ ബാവാക്കാന്റെ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ ലൊക്കേഷൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തോ. കോഴിക്കോട് നരിക്കുനി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത വീട് എടുത്ത് നീ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 12 കിലോമീറ്റർ കോഴിക്കോട് നിന്ന് കറക്റ്റ്. അപ്പൊ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.